ഇന്ന് നമ്മളൊരു ബ്രെഡും മുട്ടയും വെച്ച് നല്ലൊരു കിടക്കാച്ചി ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു കടായി അടുപ്പിൽ വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു സവാളനെ ചെറുതായി അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുത്ത് കുറച്ച് ക്യാരറ്റും കുറച്ച് മുട്ടക്കോസും ചെറുതായി അരിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിനെ നന്നായി അങ്ങ് വതക്കി കൊടുത്ത ശേഷം 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ചിക്കൻ മസാലയും 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അങ്ങോട്ട് മൂപ്പിച്ച് കൊടുക്കുക. നല്ലോണം പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ച് കൊടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഒരു മുട്ടനെ വേവിച്ചിട്ട് അങ്ങ് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഇതിലോട്ട് ചേർത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു ബൗളിലോട്ട് 2 മുട്ടനെ അങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒരു 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചതും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി അങ്ങ് ഇളക്കി വയ്ക്കുക. അതിന് ശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് അതിനെ റൗണ്ട് ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം റൗണ്ടായി കട്ട് ചെയ്ത ബ്രെഡ് എടുത്ത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ ഒരു കൂട്ടുണ്ടല്ലോ അത് സെൻറ്ററിൽ വെച്ച് ഇനിയൊരു ബ്രെഡ് എടുത്ത് മേലെ വെച്ച് ആ മുട്ടയിൽ അങ്ങ് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊരു തവയിലോട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അതിന് ശേഷം അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട ശേഷം ആ റൗണ്ടായിട്ടുള്ള ഭാഗത്തിൽ ഒന്നും കൂടെ ഒന്ന് വേവണമല്ലോ മുട്ടയുടെ ഇതൊക്കെ, അതിന് വേണ്ടി അതിനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കിയേ.